യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, വളരെ സന്തോഷത്തോടെ ദൈവവചനം ഈ ദിവസം നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി പറയുകയാണ്. നമ്മൾ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നൊരു സമയമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു, വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും, വിടുതൽ നടക്കും, സൗഖ്യം നടക്കും. ഒന്നും കൂടെ പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അങ്ങയുടെ വചനത്തെ വിശ്വാസത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അത്ഭുതം നടക്കാൻ ഇത് മതി, ഒരടയാളം നടക്കാൻ ഇത് മതി, ഒരു സൗഖ്യം നടക്കാൻ ഇത്രയും മതി. നമുക്കിന്ന് പ്രാർത്ഥനയോടെ ഈ വചനത്തെ കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യമാണ്. ഒരമ്മയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഞാൻ ഈ വാക്യം വായിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാം, മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹത്തെ അമ്മ മേടിച്ചെടുക്കുവാണ്. അങ്ങനെ പ്രാർത്ഥനയിൽ പറ്റും. മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹത്തെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾക്കത് മേടിച്ചെടുക്കാൻ പറ്റും ദൈവത്തിൽ നിന്ന്. ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെപ്പോലെ പ്രാർത്ഥിക്കണമെന്നില്ല, ഇത് ഉൾക്കൊള്ളണമെന്നില്ല, കേൾക്കണമെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഇന്നയാൾ വചനം കേൾക്കുന്നില്ലല്ലോ, പ്രാർത്ഥിക്കുന്നില്ലല്ലോ, വിശ്വാസത്തിൽ നിന്ന് അകന്നാണല്ലോ. എന്തു ചെയ്യും? അവർക്ക് വേണ്ട അനുഗ്രഹത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാത്തവരുണ്ടോ? വിശ്വാസത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരുണ്ടോ? ഇതിനെ എതിർക്കുന്നവരുണ്ടോ? പ്രാർത്ഥനയിൽ ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുണ്ടോ? നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തി ആദ്യം അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം, മനസ്സിലെങ്കിലും. ഇന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, കരഞ്ഞപേക്ഷിച്ചു: കർത്താവേ, ദാവീദിൻ്റെ പുത്രാ, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ സങ്കടം മകളെ ഓർത്തുള്ളതാ. മകൾക്ക് വേണ്ടിയാണ് കരഞ്ഞത്. മകളെന്തിയേ? മകളെ എവിടെ അടുത്തെങ്കിലും കാണുന്നു? മകളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല, മകൾ കൂടെ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ വചനം വായിച്ച് 20-ാമത്തെ വാക്യം 27-ാമത്തെ വാക്യം എത്തുമ്പോൾ അവൾ പറഞ്ഞു: അതേ കർത്താവേ, നായ്ക്കളും യജന്മാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നാറുന്നുണ്ടല്ലോ. 28-ാമത്തെ വാക്യമാണ്. യേശു പറഞ്ഞു: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി. ആ സമയം മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആ മകൾക്ക് കിട്ടേണ്ട ആ സൗഖ്യത്തെ സത്യത്തിൽ ആരാ മേടിച്ചെടുത്തേ? ആ മകൾക്ക് കിട്ടേണ്ട അനുഗ്രഹത്തെ, ആ സൗഖ്യത്തെ, ആ വിടുതലിനെ അമ്മയല്ലേ കരഞ്ഞ് പ്രാർത്ഥിച്ച് മേടിച്ചെടുത്തത്? ആ വീട്ടിലതൊരു അനുഗ്രഹമായത്, ആ വീടിൻ്റെ പ്രതിസന്ധി മാറിയത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പല അനുഗ്രഹങ്ങളും കിട്ടാൻ കാരണമാകുന്നത്. പല മനസ്സിലാകത്തില്ല. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുവാണ്. ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യം നമുക്ക് നൽകുന്നൊരു സുരക്ഷിതത്വമുണ്ട്. ഏത് രാജ്യത്തായിക്കോട്ടെ നിങ്ങൾ ജീവിക്കുന്നത്,
ആ രാജ്യത്ത് ആ രാജ്യം നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ഇത് ദൈവരാജ്യത്തെക്കുറിച്ചും ബൈബിൾ പറയുന്നതാണ്. അതൊരു രാജ്യമാണ്. ദൈവരാജ്യത്തിൽ ദൈവം നൽകുന്ന സുരക്ഷിതത്വമുണ്ട്, ദൈവം നൽകുന്ന അനുഗ്രഹമുണ്ട്, ദൈവം നൽകുന്ന നന്മകളുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്ത് നമ്മൾ സുരക്ഷിതരായി കഴിയാൻ കാരണം പട്ടാളക്കാർ ചുറ്റുമുള്ളത് കൊണ്ടാണ്. അവർ ഊണും ഉറക്കമൊക്കെ മാറ്റിവെച്ച് രാത്രിയും പകലും ഇല്ലാതെ ഉറങ്ങാതെ മഞ്ഞത്തും മഴയത്തും വെയിലത്തും കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സുരക്ഷിതരായി ഈ രാജ്യത്ത് ജീവിക്കുന്നത്. അവരുള്ളത് കൊണ്ടാണ്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ചിലർ നമ്മുടെ ജീവിതത്തിലുള്ളതാ, നമ്മുടെ വീട്ടിലുള്ളതാ. നമ്മുടെ വീട് ഇത്രയേലും അനുഗ്രഹത്തിൽ പോകാനിടയാകുന്നു, നമുക്ക് പല നന്മകളും അനുഭവിക്കാൻ ഇടവരുന്നത്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഓർത്തു, ആ അമ്മ ഇങ്ങനെ ചിന്തിച്ചായിരുന്നല്ലോ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാനൊരു പ്രാർത്ഥനയ്ക്കും പോകുന്നില്ല, ഞാനിനി എവിടെയും കരയാൻ പോകുന്നില്ല, എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ജീവിക്കട്ടെ, ഞാനിത്രയൊക്കെ കഷ്ടപ്പെട്ടു, പിള്ളേരുടെ കാര്യം വേണേൽ നോക്കട്ടെ. അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നെങ്കിൽ സൗഖ്യമൊന്നും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഇവിടെ സൗഖ്യം നടക്കാൻ കാരണം ഒരമ്മ സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കാൻ, ഒരമ്മ യേശുവിൻ്റെ സന്നിധിയിൽ പോകാൻ ആ ഒരു സമയമൊക്കെ മാറ്റിവെച്ചു. ആ സമയമാണ്, ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ ചിലവഴിച്ച ആ സമയമാണ് വീടിനകത്തൊരു അത്ഭുതം നടക്കാൻ കാരണമായത്. അതിനേക്കാൾ പ്രാധാന്യത്തോടെ കാണണം, ആ മകൾക്ക് കിട്ടേണ്ട അനുഗ്രഹത്തെ അമ്മ പോയി പ്രാർത്ഥിച്ച് മേടിച്ചെടുത്തു. എന്നെ കേൾക്കുന്ന നിങ്ങൾ മാതാപിതാക്കളാകാം, യുവതീവാക്കളാകാം, കുഞ്ഞുങ്ങളാകാം, ആരുമാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കുള്ള അനുഗ്രഹത്തെ പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലെ ഇന്നയാൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അവരോട് കുറ്റം പറഞ്ഞ് വഴക്കുണ്ടാക്കി ഉള്ള പ്രാർത്ഥനയും കൂടെ കളയണ്ട, ഉള്ള പ്രാർത്ഥനയും വിശ്വാസവും കളയണ്ട, വഴക്കുണ്ടാക്കി ആ നന്മ കളയണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്കുള്ളൊരു അനുഗ്രഹത്തെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളുടെ കുടുംബത്തിനായി, എൻ്റെ മകൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഈ പറയുന്ന പോലെ വിശ്വാസമില്ല, ഇതിനെയൊക്കെ ഒരു കളിയാക്കലും പുച്ഛമൊക്കെയാണ്. അവർക്കുള്ള അനുഗ്രഹത്തെ എൻ്റെ കയ്യിൽ തരണമേ. ഈ ജനത്തിന് വേണ്ടിയുള്ള അനുഗ്രഹത്തെ എൻ്റെ കയ്യിൽ തരണമേ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹത്തെ മേടിച്ചെടുക്കാൻ പറ്റും. അത് നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായി മാറാൻ പറ്റും. അമ്മ പ്രാർത്ഥിച്ചത് വീട്ടിലിരുന്നല്ല, യേശുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അത്ഭുതം നടന്നത് വീട്ടിലാണ്. നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഈ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ വീടിനകത്തൊരു വിടുതലായി മാറട്ടെ. പ്രാർത്ഥിക്കുന്ന സമയം തലമുറകളിൽ അതൊരു അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ, അപ്പുറത്തൊരു വിടുതൽ നടക്കട്ടെ. ഇതൊരു പ്രോഗ്രാമൊന്നും അല്ലല്ലോ, ഇതൊരു പ്രോഗ്രാമല്ല, ഇത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്ന ശുശ്രൂഷയാണ്. പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് കേട്ട വചനത്തിലൂടെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. പ്രാർത്ഥിക്കുന്ന ചിലർ ഈ വീട്ടിലുള്ളത്, ആ വീട്ടിലുള്ള പലരും ദൈവിക നന്മകൾ അനുഭവിക്കാൻ ഇടവരും. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാവും, അപ്പനാകും, സഹോദരനാവും, ആരുമാകട്ടെ, നിങ്ങളിലൂടെയാണ് ആ വീട്ടിലുള്ള പലരും ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ഇടയാകുന്നത്, ഒരു നന്മ അനുഭവിക്കാൻ ഇടയാകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ചിലരുള്ളതാണ് നമ്മളൊക്കെ ഇങ്ങനെയേലും ഒന്ന് മുന്നോട്ട് പോകാൻ ഇടയാകുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് ഈ വ്യക്തിയെ, കുടുംബത്തെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കണം, ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യണം. ചുമ്മാ ഷെയർ ചെയ്യല്ലേ. പ്രാർത്ഥനയോടെ കർത്താവേ, ഇത് അവർ കേൾക്കാനിടയാകണം. കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അറിയാൻ ഇടവരണം. അതിലൂടെ അവരുടെ കുടുംബത്തിലൊരു ദൈവപ്രവൃത്തി നടക്കണം, അവർ ദൈവത്തിലേക്ക് അടുക്കണം. ഇങ്ങനെയുള്ള പ്രാർത്ഥനയോടെ ഇത് അയക്കണം. അപ്പോൾ അത് നല്ല നിലത്ത് വീണ വിത്ത് പോലെ നമ്മൾ ആർക്കൊക്കെ വചനം കൊടുത്തോ അവിടെ എല്ലാം അത് ഫലമായിട്ട് മാറും. 100 മേനി 60 മേനി ഫലമായിട്ട് മാറും. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് ഈ വ്യക്തിയെ, കുടുംബത്തെ എല്ലാം സമർപ്പിക്കുന്നു. ആരെങ്കിലും ഈ വചനം കേട്ടിട്ട് ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് നിർത്തിപ്പോയിട്ടുണ്ടാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അവർ തിരിച്ചു വരും, വചനം കേൾക്കും, അനുഗ്രഹത്തിലാകും. കർത്താവേ, രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും,
ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സന്തോഷവും സമാധാനവും തരണമേ. ആരോഗ്യമുള്ള സാഹചര്യങ്ങൾ മനസ്സിനും ശരീരത്തിനും തരണമേ. ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി റെസ്റ്റിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യമുള്ള കരം, സൗഖ്യം പകരുന്ന കരം അവരുടെ മേൽ വയ്ക്കണമേ. പിള്ളേരുടെ പരീക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി കിട്ടാനുള്ള പരിശ്രമത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തികൾ വേറൊരാളുടെ തകർച്ച ആഗ്രഹിച്ച് മന്ത്രവാദമോ കൂടോത്രോ ക്ഷുദ്രപ്രയോഗമോ ചെയ്തിട്ടുണ്ട്, കർത്താവേ, അതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ഞങ്ങളെ സൂക്ഷിക്കണമേ. ഈ ആലയത്തെ സംരക്ഷിക്കണമേ. ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ. ഈ ആലയത്തിൽ കൊടുക്കുന്ന ഭക്ഷണപാനീയങ്ങളെ ആശീർവദിക്കണമേ. ഈ ആലയത്തെ ദൈവഭവനമായി നിലനിർത്തണമേ. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളും അത്ഭുതങ്ങളുടെ വാതിലായി മാറണമേ. സൗഖ്യത്തിൻ്റെ കവാടമായി മാറണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം അനുഭവിക്കും. സാധ്യമായ എല്ലാവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അയച്ചു കൊടുക്കണം. നാളെയും 5:30, നാളെ വെള്ളിയാഴ്ചയാണ്, 5:30 നാളെ 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം രാവിലെ 8:15 ദിവസമാണ്. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ഡെയിലി ബ്ലെസ്സിങ് മുടക്കരുത്. ഒരനുഗ്രഹമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.